ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 19th എപ്പിസോഡാണ്. ജിജിയാൻ ഫോൺ നോക്കുമ്പോഴാണ് ജിജിയാൻ എഴുതിയ കഥ അത് മറ്റേ ആരതോ കോപ്പി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഒരു കേസ് വന്നിരിക്കുന്നത് ജിജിയാൻ കാണുന്നത്. അത് കണ്ട ഉടനെ ജിജിയാന് വളരെ സങ്കടമാവുകയാണ്. അത് അവിടെ ഇരുന്ന് ലിങ്ങും സീഷോയും എല്ലാവരും കൂടി അറിയുകയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ലിങ് സീഷോയോട് ചോദിക്കുന്നുണ്ട്, നീ ജിജിയാനെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ സീഷോ തിരിച്ചും ചോദിക്കുന്നുണ്ട്, നീയും സ്നേഹിക്കുന്നുണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്, ഒന്നും മിണ്ടാതെ. എന്നിട്ട് സീഷോ രാത്രി കിടക്കുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം സീഷോ സ്നേഹിക്കുന്ന അമ്മയാണെങ്കിലും ഇപ്പോൾ ജിജിയാനാണെങ്കിലും ആരും സീഷോയെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നാലോചിച്ച് സീഷോ വളരെയധികം വിഷമിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ സീഷോ ജിജിയാന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ജിജിയാനെ അവിടെ കണ്ടയുടൻ സീഷോ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി അവിടെ നിന്ന് പോകുകയാണ്. ഇതെല്ലാം കണ്ട് ജിജിയാൻ സീഷോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? അപ്പോൾ സീഷോ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സീഷോ അവിടെ നിന്ന് പോകാൻ ഡോറ് തുറക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ലിങ്ങിനെ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവിടേക്കും ഇവിടേക്കുമായി പോവുകയായിരുന്നു. ജിജിയാൻ ആകെപ്പാടെ ഇപ്പോൾ പ്രശ്നത്തിലായത് കാരണം അവളുടെ ഷോപ്പിലുള്ള രണ്ടുപേർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ എന്തെങ്കിലും ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ തന്നെ സ്റ്റോറിയാണ്, നിങ്ങൾ കോപ്പി അടിച്ചതല്ല എന്ന് എല്ലാവരും അറിയും. നിങ്ങൾ പഴയ ഫോട്ടോ വല്ലതുമുണ്ടെങ്കിൽ തപ്പി നോക്ക് എന്നെല്ലാം അവർ ജിജിയാനോട് പറയുന്നുണ്ട്. സീഷോയെ കാണാൻ പോയ അമ്മയുടെ ആ ഫ്രണ്ട് അമ്മയോ വന്ന് പറയുന്നുണ്ട്, സീഷോക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ നിൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് സീഷോ ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് ഒന്നും സൈൻ ചെയ്യാൻ തയ്യാറായില്ല എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. സീഷോ ജിജിയാനെ ഇഷ്ടമായത് കാരണം ജിജിയാൻ അറിഞ്ഞിട്ടും ലിങ്ങിനോട് പറയാത്തത് കാരണം ലിങ്ങിന് ഒരുപാട് സങ്കടമാവുകയാണ്. ലിങ് ജിജിയാനോട് മിണ്ടാതെ പോകുമ്പോൾ ജിജിയാൻ ലിങ്ങിൻ്റെ അടുത്ത് പോയി ലിങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ നീ എൻ്റെ ബ്രദറാണെന്ന രീതിക്കായിരുന്നു ഇതുവരെ ഞാൻ കണ്ടത്, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല കാണുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ജിജിയാൻ ലിങ്ങിനെ കാണാനായി ലിങ്ങിൻ്റെ ഹോസ്പിറ്റൽ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ലിങ്ങിനെയും വിളിച്ച് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് ലിങ് ജിജിയാനോട് ഒരു കിസ് ചോദിക്കുന്നത്. അങ്ങനെ ജിജിയാൻ അത് കൊടുക്കുന്നുമുണ്ട്. അച്ഛൻ അറിയാമായിരുന്നു ലിങ്ങിന് ഉറക്കമില്ല. എന്നിട്ട് ലിങ്ങിനോട് അച്ഛൻ പറഞ്ഞ് അച്ഛനെ കാണിക്കാനാണെന്ന പേരിൽ ലിങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അച്ഛൻ പറയുന്നുണ്ട്. അത് കേട്ട് ലിങ്ങിനെ കാണിക്കാനാണെന്ന് മനസ്സിലായ ലിങ് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഡോക്ടർ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകനെ കാണിക്കാൻ വേണ്ടി വന്നതല്ലേ അവരോട് പറയാതെ എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് ചിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവന് ഒരുപാട് ടെൻഷനുണ്ട്, എല്ലാ കാര്യവും ആലോചിച്ച് അതെല്ലാം കുറച്ചാലേ അവനെ ഉറക്ക് നല്ലവണ്ണം കിട്ടുകയുള്ളൂ എന്നെല്ലാം ഡോക്ടർ അച്ഛനോട് പറയുന്നുണ്ട്. സീഷോ ജിജിയാനെ മിണ്ടാത്തത് കാരണം ജിജിയാൻ സീഷോ എന്ന് ഡോർ തട്ടി വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും സീഷോ ഡോർ തുറന്നു കൊടുക്കാതെ അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ആ സ്ത്രീയാണെങ്കിൽ അച്ഛനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ത്രീകളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെ ഒന്നും അച്ഛന് ഒട്ടും ഇഷ്ടവുമാകുന്നില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ആ സ്ത്രീ പോകുമ്പോഴാണ് ജിജിയാനെ കാണുന്നത്. ജിജിയാൻ പറയുന്നുണ്ട്, ആദ്യമൊന്നും എനിക്ക് എൻ്റെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ വലുതായി, ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഒറ്റക്കാകും, എനിക്കിപ്പോൾ അച്ഛനെ വിവാഹം കഴിപ്പിക്കാൻ നല്ല ആഗ്രഹങ്ങളെല്ലാം ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ആ സ്ത്രീയോട്. ജിജിയാനും ലിങ്ങും ഒരുമിച്ചിരിക്കുമ്പോൾ ലിങ് ജിജിയാനോട് പണ്ട് നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. ഡോക്ടർ ലിങ്ങിൻ്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ലിങ്ങിൻ്റെ അമ്മ വളരെ സങ്കടത്തിലായിരുന്നു. ഒരു ദിവസം നേഴ്സ് റൂമെല്ലാം വൃത്തിയാക്കുമ്പോഴാണ് ലിങ് അവിടേക്ക് വരുന്നത്. അങ്ങനെ ബാത്റൂമിൽ കയറിയ നേഴ്സ് പറയുന്നുണ്ട്, ലിങ്ങിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ നോക്കി എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കാരണം ലിങ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു.
ലിൻ അമ്മക്ക് ഫുഡെല്ലാം കൊടുക്കുമ്പോഴും അമ്മ ഒന്നും കഴിക്കാതെ അത് തട്ടിയിടുമായിരുന്നു. ഇതെല്ലാം കൊണ്ട് ലിങ്ങിന് ഒരുപാട് സങ്കടമുണ്ടാക്കിയിരുന്നു. ലിങ് എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും ലിങ്ങിൻ്റെ അമ്മ തട്ടിയിടും. അന്നൊരു ദിവസം തട്ടിയിട്ടത് കാരണം ലിങ്ങിൻ്റെ മേലേക്കായിരുന്നു അത് വീണത്. അങ്ങനെയാണ് ലിങ്ങിൻ്റെ കഴുത്ത് പൊള്ളിയത്. ഇതെല്ലാം പറഞ്ഞ് ലിങ് ജിജിയാൻ്റെ മേലെ കിടന്ന് ഉറങ്ങുകയാണ്. സീഷോയുടെ അമ്മ അവരെ മകനെ കൂട്ടി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ അവരെ മകൻക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവനെ അവിടെ കാണുന്നില്ല എന്നറിഞ്ഞത്. അവനെ ഒരുപാട് തപ്പി പിന്നെ പോയി നോക്കുമ്പോഴാണ് സീഷോ അവന് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നത്. അങ്ങനെ അവരെ കണ്ടയുടൻ സീഷോയുടെ അമ്മ പറയുന്നുണ്ട്, ഇതെൻ്റെ മകനാ, അവനെ കാണാതായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ സീഷോ പറയുന്നുണ്ട്, എനിക്ക് അവനെ അവിടെ നിന്നാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് സീഷോ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പുറത്തു പോയി അവനൊരു പട്ടിക്കുട്ടിയെ കിട്ടുന്നുണ്ട്. അതിനെ കെട്ടിപ്പിടിച്ച് അവൻ ഒരുപാട് കരയുന്നുമുണ്ട്. സീഷോ പോകുന്നത് കണ്ട ജിജിയാൻ അവൻ്റെ വയത്തലെ സീഷോ എന്ന് വിളിച്ച് പോവുകയാണ്. അപ്പോഴാണ് സീഷോ തിരിഞ്ഞു നോക്കുമ്പോൾ ജിജിയാൻ അവിടെ വീണ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ സീഷോ ജിജിയാനോട് പോയി മിണ്ടുന്നുണ്ട്. അപ്പോഴാണ് അവർ ആ ഡോഗിനെ കുളിപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് ജിജിയാൻ പറയുന്നത്, എനിക്കൊരുപാട് സമാധാനമായി നീ ഇപ്പോൾ എന്നോട് മിണ്ടിയപ്പോൾ എന്നെല്ലാം അവർ പറയുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 19th എപ്പിസോഡിലുള്ളത്.